അമ്മച്ചി ഇനി വന്നേ. എന്താ വാന്ന്. എന്താടി വരാൻ. ഓ ഈ പെണ്ണിന് എന്താ നോക്ക്. ഇതാരാന്ന് നോക്കി. രണ്ടുപേരും വലുതായി അല്ലേ അമ്മച്ചി? അപ്പച്ചൻ എന്തിയടി? ഉമ്മറത്തുണ്ട്. റോസ് മോളെ, ആ ചെറിയ കൈക്കോട്ടെടുത്ത് ഈ ചെമ്പരത്തിക്ക് ഇത്തിരി മണ്ണ് വെട്ടിയിട്. നീ കുട്ടികളെ വിളിച്ചാ വേലിക്കിലോട്ടൊന്ന് ചെല്ലടി. നിന്നെയും മക്കളെയും കാണാൻ അമ്മച്ചി അവിടെ തട്ടി മുട്ടി നിൽക്കുന്നേ. ഇവളുടെ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. വലിയ കാര്യത്തിൽ പറയും അജയേട്ടന്റെ വീട്ടിലൊന്ന് പോവാം, അമ്മുക്കുട്ടിയമ്മയെ കണ്ടിട്ട് എത്ര നാളെ എന്നൊക്കെ. സ്വന്തം അപ്പച്ചനും അമ്മച്ചയും കാണാനാ. പിന്നെ അത്ര അത്യാവശ്യമാണെങ്കിൽ ആ പള്ളി വെച്ച് കാണാലോ. എല്ലാ ഞായറാഴ്ച അവരോട് വരുന്നതല്ലേ. അവിടെ വെച്ച് കണ്ടാലും നിന്നോട് മിണ്ടാറില്ലേ? എന്നോട് ആരും മിണ്ടണ്ട. എനിക്കാരും കാണാൻ വേണ്ട. ഷോ, എന്താ ഒരു വാശി. വാശി അങ്ങനെ തന്നെ നിൽക്കട്ടമ്മേ. എങ്കിലല്ലേ നമുക്ക് ഈ നാടകം കാണാൻ പറ്റൂ. ഇപ്പൊ നോക്കിയോ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി റീതാമ്മ ചേട്ടത്തി ഇങ്ങോട്ട് വരും. ഇത് ഇവിടെ നിന്ന് കൊണ്ടുതരാൻ കാലത്ത് തൊട്ടേ ആ കുരുത്തങ്കട്ടവനോട് പറയുന്നത് കേക്കണ്ടേ? അസത്ത് എന്തൊക്കെയാ ഇത്? പെരുന്നാളിന് എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാ. കുറച്ച് അച്ചപ്പം കൊഴലപ്പൊക്കെയാ. എന്തിനാ ഇത്രയധികം? ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഇരിക്കട്ടെന്നേ. ദാ കുളം പിടിച്ചപ്പോ കിട്ടിയതാ. വെള്ളത്തിയിട്ട് വെച്ചിരിക്കുവായിരുന്നു. ചീത്തയായിട്ടൊന്നുമില്ല. മീനൊന്നും ഇവിടെ വെക്കാറില്ലെന്ന് റീത്തമ്മയ്ക്ക് അറിഞ്ഞൂടെ? മീൻ വെക്കുന്നവരാരെങ്കിലും വന്ന് അവർക്ക് കൊടുക്കാമല്ലോ. ഇനി നേരം കിട്ടിയിട്ട് വേണം ചാലക്കുടി വരേക്കൊന്ന് പോകാൻ. മൂപ്പരുടെ അമ്മ അവിടെ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുമല്ലയോ. കഴിഞ്ഞ തവണ കണ്ടപ്പോഴും അന്വേഷിച്ചു. എല്ലാവർക്കും സുഖമല്ലേന്ന്.